ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാണുന്ന വീഡിയോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം, ഇതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്താനുള്ളത് എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആൾട്ട് എസ് പ്രസ് ചെയ്താൽ മതി, നമുക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു 3 നോഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നോഡും നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാവേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. ഓക്കെ, നമ്മൾ അഡീഷണൽ ആയിട്ടൊരു 3 നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ നോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എപ്പോഴും എക്സ്പോഷർ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ആയിരിക്കും നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സ്പോഷർ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വൈറ്റ് ബാലൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ നെയിം കൊടുക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നോഡ് ലേബൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ എന്താ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? എക്സ്പോഷർ എന്ന് കൊടുത്തു. മൂന്നാമത്തേൽ നമ്മൾ കോൺട്രാസ്റ്റ് ആൻഡ് സാച്ചുറേഷൻ, ഇതാണ് നമ്മൾ ഈ ലാസ്റ്റത്തേൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ബാലൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു നോഡിൽ കേട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? വൈറ്റ് ബാലൻസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പല രീതികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു വൈറ്റ് ചുമര് ബാക്കിൽ കിടപ്പുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഡ്രസ്സിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു വൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് സംഭവം. നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നാൽ വൈറ്റ് ബാലൻസിൻ്റെ പിക്കർ ടൂൾ ഉണ്ടാവും, അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കിൽ ആ വൈറ്റ് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു ഗ്രാഫിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി ഞാൻ ഇത് റീസെറ്റ് ചെയ്യുകയാണേ, എന്നിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ പിക്കർ ടൂൾ എടുക്കുന്നു, എന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണേ. കണ്ടോ, അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നുണ്ടോ? ഓക്കെ, തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലോ. ഇനി അടുത്ത നോഡെന്ന് പറയുന്നത് എക്സ്പോഷറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ HDR വീൽസിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ ഇത്തവണ നമുക്ക് എന്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം? HDR വീൽസ് കൊണ്ട് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ HDR വീൽസ് എടുക്കുകയാണ്. ഓക്കെ, HDR വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്ലോബൽ എന്ന സെക്ഷനിൽ എക്സ്പോഷർ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ശകലം, ഒരുപാടൊന്നും കട്ട് ചെയ്യാനില്ല, ഒരു പൊടിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പോഷർ കട്ട് ചെയ്യാം. ലൈറ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇത് കുറവാണ് കേട്ടോ. ഓവറോൾ ശകലം ഒന്ന് കയറി നിൽപ്പുണ്ടെങ്കിലും ബാക്കി ഈ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഏരിയാസൊക്കെ, ഫേസൊക്കെ ഒരു ഈവൻ ലൈറ്റ് ആയിട്ട് അങ്ങ് നിൽക്കുവാണ്. കുറച്ച് നല്ല ഡെപ്തും ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഫേസിലൊക്കെ കയറ്റാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളിൽ അത് ചെയ്യാം. അപ്പോൾ ഗ്ലോബലിൽ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു കുഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് കുറച്ചും കൂടി ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി വീഡിയോയ്ക്ക് ഡെപ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്കിൻ്റെ ഏരിയയിൽ എക്സ്പോഷർ മൈനസ് ചെയ്യുകയാണേ, കുറച്ചും കൂടി മൈനസ് ചെയ്തു. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇമേജിൽ, ഈ വീഡിയോയിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്, പ്യുവർ ആബ്സല്യൂട്ട് ബ്ലാക്കാണ് ഈ ഒരു ബ്ലാക്ക് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നമുക്ക് ഭയങ്കര രീതിയിൽ അത് കാണാൻ പറ്റില്ല, അത്രയും ഡാർക്കായിട്ടുള്ള ബ്ലാക്കാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കൺട്രോൾ ചെയ്യുന്ന ഏരിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്കാണ് അത് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക്, അതായത് അത്രയും ബ്ലാക്ക് അല്ലാതെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്കും കൂടി കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോണൽ ഏരിയ നമ്മൾ മാറ്റി കൊടുക്കണം. അതിനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനും നോക്കിയവർക്ക് അറിയാൻ പറ്റും, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൽ ഫുൾ സംഭവം പറഞ്ഞിട്ടില്ല, HDR വീൽസിനെ പറ്റി ഫുള്ള് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്, സോണിനെ പറ്റി പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സോണാണത് ഈ കാണുന്ന സംഭവം. ഈ ഒരു ആരോ മാർക്ക് ഉണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണാം. ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറയാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഈ സോണിൽ ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ബ്ലാക്കിൻ്റെ സോണൽ ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് അഡ്ജസ്റ്റ് ആവുന്നതെന്ന് നോക്കിയേ, കണ്ടോ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറച്ചും കൂടി ഇങ്ങോട്ടൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റ് ബ്ലാക്കും കൂടി ഇതിൽ എഫക്റ്റ് ആവും. ഞാൻ കാണിച്ചു നോക്കിക്കോളൂ. ഞാൻ ഈ ഒരു പോയിന്റ് അകത്തോട്ട് ഇങ്ങോട്ടാക്കുവാണേ, വലതോട്ട് പതുക്കെ നിൽക്കുവാണേ. കണ്ടോ, ഈ ഹെയറിൻ്റെ ഭാഗമൊക്കെ നല്ല ഡാർക്കായുണ്ടോ, നിങ്ങൾ നോക്കി, കണ്ടോ എത്രമാത്രം അങ്ങോട്ട് കൊണ്ടുപോകും. അതിനനുസരിച്ച്
ഈ വീഡിയോയിലുള്ള മാക്സിമം ബ്ലാക്കും അതിനകത്തോട്ട് കയറി വരുവാണ്, സെലക്റ്റായി വരുവാണ്, ഏരിയാസ് സെലക്റ്റായി വരുവാണ് കേട്ടോ. കണ്ടോ, തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് കുറഞ്ഞു വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? എത്രമാത്രം ബ്ലാക്ക് ഏരിയാസ് ഇത് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഡാർക്ക് ഏരിയ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡാർക്കിൻ്റെ സോണിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതെങ്കിൽ ഡാർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഡാർക്ക് ഏരിയാസ് ഇതിൽ വരണം, ഇൻവോൾവ് ആവണം എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ബേസിക്. അപ്പോൾ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് മാത്രം, ഈ ഒരു ബ്ലാക്കിന് മാത്രം ശകലം ഒരു ഡീറ്റെയിൽ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വലതോട്ടൊന്ന് നീക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു എക്സ്പോഷർ ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മാറുന്ന കാണാം. ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഓക്കെ, മതി, അത്ര മതി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കുറച്ചും കൂടി നല്ല ഡെപ്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് ഷാഡോ ഒന്നും ഒരുപാട് കാണാനായിട്ടില്ല. നമുക്കിനി കുറച്ച് ലൈറ്റ് ആഡ് ചെയ്യണം, കുറച്ചും കൂടി, അതായത് ഹൈലൈറ്റ് ഏരിയാസ് ഒക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യണം. ഒരുപാട് ഡള്ളായി കിടക്കുവാണ് വീഡിയോ. അതിനായിട്ട് ഈ മുകളിൽ നമ്മൾ ഈ ആരോ മാർക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഓരോന്നായിട്ട് വരും. അതിൽ ഇവിടെ ലൈറ്റ് വന്നു, ഹൈലൈറ്റ് വന്നു, സ്പെക്കുലർ വന്നു. ഇതൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടി പറയുന്നില്ല. ഇനി നമ്മൾ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, വീഡിയോയിലെ ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്താണ് ഇത് വർക്കാവുന്നത്. ഈ ഗ്ലോബലിൽ ചെയ്യുന്നതല്ല കേട്ടോ. ഗ്ലോബലിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഓവറോൾ എല്ലായിടത്തും ഉള്ള ലൈറ്റ് കയറിയും വരും. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ടോട്ടലി എല്ലായിടത്തും കയറി വരുന്നു. നമുക്കത് വേണ്ട, നമുക്കത് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ മാത്രം കുറച്ചും കൂടി ഹൈലൈറ്റ് ആക്കാം തൽക്കാലം. ഓക്കെ, കണ്ടോ, ആ ഹൈലൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഒരു സെപ്പറേഷൻ വരണുണ്ടോ പുറകിൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കി, കണ്ടോ, ശക്കല ഹൈലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ഷാഡോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ഷാഡോ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പ്ലസ് ചെയ്യാണ് കേട്ടോ. പ്ലസ് ചെയ്യുമ്പോൾ ഷാഡോ ഒന്ന് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. ശകലം മതി, ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പോവും, ഓവറായിട്ട് ലൈറ്റായി പോകും കേട്ടോ. ഓക്കെ, മതി, നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് നിങ്ങളിത് ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോക്കിക്കോളൂ, ഞാൻ ഇത് ഓൺ ആക്കുവാണേ. കണ്ടോ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കൊണ്ടുവന്നു. ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഡ്രസ്സിൻ്റെ ഏരിയ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഇത് ഓഫ് ചെയ്യണേ. കണ്ടോ, ഇവിടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഒക്കെ വാഷ്ഡ് ഔട്ട് ആയിട്ട് കിടന്നൊരു സംഭവമായിരുന്നു വീഡിയോ. പക്ഷേ നമ്മൾ മൊത്തത്തിൽ കണ്ടപ്പോൾ നമുക്കതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ എക്സ്പോഷറിലും ഈ ഷാഡോയും പിന്നെ ഈ നമ്മുടെ ബ്ലാക്കും ലൈറ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, മെയിനായിട്ട് ഹൈലൈറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നോക്കിയേ, ഈ ഏരിയാസിൽ കണ്ടോ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കയറി വന്ന കണ്ടോ. ഡ്രസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളവിടെ ഓവറോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്പോഷർ ശകലം വേണമെങ്കിലൊന്ന്, ഇത്രയും കുറയ്ക്കേണ്ട, ശകലോടൊന്ന് തിരിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഒരുവിധം നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് ലെവലിൽ വെച്ചേക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹെയറിൻ്റെ ഏരിയയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ്, ഇപ്പോൾ കുഴപ്പമില്ല, നോക്കി ഡീറ്റെയിൽസ് അവിടെ തന്നെ ഉണ്ട്. കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്നീ നിങ്ങൾക്ക് ഡാർക്ക് അല്ലെങ്കിൽ ഷാഡോ കട്ട് ചെയ്താൽ മതി. ഷാഡോ കട്ട് ചെയ്താൽ ഓവറോൾ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഡാർക്ക് ഏരിയ വേണമെങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു എക്സ്പോഷർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഡീറ്റെയിൽസ് അവിടെ കയറുന്ന കാണാം. ഒരുപാട് വേണ്ട, മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ ഹെയറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വന്നു. അടുത്തതാണ് കോൺട്രാസ്റ്റ് ആൻഡ് സാച്ചുറേഷൻ. കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നോർമൽ പ്രൈമറി കളർ വീൽസ് എടുത്തിട്ട് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഇതിവിടെ കോൺട്രാസ്റ്റ് ഉണ്ട്, അത് പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണേ. ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് അത്രയും ഡാർക്കായിട്ട് എഫക്റ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പിവറ്റ് ഒന്ന് അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ പിവറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെയാണ് ഈ പിവറ്റും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. അതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് പിവറ്റും കോൺട്രാസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് കുറച്ചും കൂടി ഡെപ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കണ്ടോ, കുറച്ചും കൂടി ഒരു ഡെപ്ത് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിനി സാച്ചുറേഷനിൽ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. സാച്ചുറേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഇനി സാച്ചുറേഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സാച്ചുറേഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ
നോർമലി ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ കളർ ഗ്രേഡ് ലറ്റ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മളതിന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വൈറ്റ് ബാലൻസ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്തു, എക്സ്പോഷർ ചെയ്തു, അതിന് കോൺട്രാസ്റ്റും സാച്ചുറേഷൻ ചെയ്തു. ഫൈനലി നമ്മൾ ഈ ഒരു രീതിയിലോട്ട് ആക്കിയെടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ലറ്റ്സ് വേണമെങ്കിൽ ഇതിനകത്ത് വലിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു നോഡുകൂടി ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു നോഡിൽ നമുക്ക് ലറ്റ്സ് ആഡ് ചെയ്യാം. ഈ ലറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മൾ തന്നിട്ടുള്ള 25 ലറ്റ്സ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഇതിലോട്ട് വലിച്ചിടാം. ലറ്റ്സ് ഇടുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത ഡീറ്റെയിൽസിനെ അത് ബാധിക്കാത്ത രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് നമ്മളൊരു ലറ്റ്സ് കണ്ടുപിടിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിട്ടൊന്ന് വർക്ക് ചെയ്യാം. ഇതൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലൈറ്റൊക്കെ ഓവറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ലറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കീ എന്നും പറഞ്ഞ് താഴെ കാണും. ഈ കീയിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ കീ ഔട്ട്പുട്ട് കണ്ടോ, ഇതിൽ ഇവിടെ 1 അല്ലേ കിടക്കണേ, ഇതിനെ മൈനസ് ചെയ്യാം. നല്ല രീതിയിൽ മൈനസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞു വരും കേട്ടോ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ചെറിയ രീതിയിൽ ഗ്രേഡിങ് വന്നിട്ടുള്ളൂ. ശ്രദ്ധിച്ചായിരുന്നോ? നല്ല രീതിയിൽ അത് താന്നിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി തിരിച്ച് വന്നിട്ടുണ്ടേ. ഇതൊന്ന് നമുക്ക് മാറ്റാം. നോക്കിയോ, കണ്ടോ, ചെറിയ രീതിയിലേ വന്നിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ലറ്റ്സും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഇരുന്നതാണ് നമ്മൾ ഇങ്ങനെ ആക്കി. കണ്ടോ, ഡീറ്റെയിൽസ് കൂടുകയാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഡീറ്റെയിൽസ് കൂടുകയാണ് ചെയ്തത്. കണ്ടോ, ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. അപ്പോൾ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ ഒരു കളർ ഗ്രേഡ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഈ ഒരു HDR കളർ വീലും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സോണൽ ഏരിയയൊക്കെ പറ്റിയൊക്കെ നമുക്കൊരു ഡീപ്പ് വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. HDR വീലിനെ പറ്റി പറയേണ്ട കാര്യമില്ല, ഈ ഒരു സോണിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിലുള്ള എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അത് അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് റിക്കവർ ആക്കി കൊണ്ടുപോവാം. തെറ്റ് പറ്റാത്തവരാരാണുള്ളത് അല്ലേ? അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.